അമ്മേ, ഐ തിങ്ക് അനഘ ഷീസ് പ്രഗ്നൻറ്റ്. തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയ ഭവാനിയുടെ കാലുകൾ നിശ്ചലമായി. അവർ കാശിയുടെ അരികിലേക്ക് നടന്നു. കാശി ഭവാനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി തുടർന്നു. അവളെ ലോറിയുടെ മുന്നിൽ നിന്ന് വലിച്ചിട്ടപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞിനും ഇനി ജീവിക്കണ്ട എന്ന് പദം പറഞ്ഞാണ് അവൾ കരഞ്ഞത്. ഒരു വിധത്തിലാണ് അവിടെ നിന്നും കാറിൽ കയറ്റിയിരുത്തിയത്. ഇനി അമ്മ അവളോടൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞതാണെന്ന് പറയണ്ട. അമ്മയ്ക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ മതി. കാശി പറഞ്ഞു നിർത്തി. അപ്പം മോനെ, ആ മോളുടെ കല്യാണം? അവളെ ഞാൻ ഫ്ലാറ്റിൽ വെച്ച് കണ്ടപ്പോൾ നെറ്റിയിൽ സിന്ദൂരം കണ്ടിരുന്നു. പക്ഷേ പിന്നീട് ആ വീട്ടിൽ മുന്നിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അതില്ലായിരുന്നു. ഇതൊരു ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രൊഫഷണലി ആയിരിക്കും. എന്നെയാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ഇതിൽ മാത്രം ഒതുക്കില്ലായിരുന്നു. പബ്ലിക് മീഡിയ ഒക്കെ ഇൻക്ലൂഡ് ആവും. സോ ടാർഗറ്റ് ഞാനല്ല, അനഘയാണ്. അവളുടെ ലൈഫ് ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ആര്, എന്തിനു വേണ്ടി? പാവം കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും അനുഭവിക്കേണ്ടി വന്നൂലോ. അല്ലെങ്കിലും ഈശ്വരൻ അങ്ങനെയാ അമ്മേ, പാവങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ഒറ്റയടിക്ക് ഡസൻ കണക്കിനാ തരിക. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ വിചാരിക്കാത്ത സന്തോഷങ്ങൾ തന്ന് അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ശരിയാ അമ്മയുടെ കുട്ടി പറഞ്ഞത്. നിന്നോട് സംസാരിച്ചിരുന്ന സമയം പോയി. ഞാൻ മോളെ പോയി നോക്കട്ടെ. ഭവാനി കാശിയുടെ അടുത്ത് നിന്നും അകത്തേക്ക് പോയി. പെട്ടെന്നെന്തോ ശബ്ദം കേട്ടാണ് അനഘയ്ക്ക് താൻ ഇത്ര നേരം ഷവറിന് ചുവട്ടിൽ നിൽക്കുകയാണെന്ന് മനസ്സിലായത്. അവൾ വേഗം കുളിച്ചിറങ്ങി മുണ്ടും നേരിയതും ഉടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലും തന്നെ നോക്കി പുച്ഛിക്കുന്നത് പോലെ അനഘയ്ക്ക് തോന്നി. ഒഴിഞ്ഞ കഴുത്തിലേക്കും നെറ്റിയിലേക്കും അവളുടെ നോട്ടം മാറി മാറി പതിഞ്ഞു. ഇന്നലെ വരെ തൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കാൻ ആലില താലിയുണ്ടായിരുന്നു. ദിവസവും അണിയുന്ന സിന്ദൂരം തൻ്റെ നെറ്റിയെ ചുവപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്കാണ് പിഴച്ചത്? എനിക്കോ? ശരിയാ, ഞാൻ തന്നെയാണ് തെറ്റുകാരി. അർഹതയില്ലാത്തതാണ് എന്നറിഞ്ഞിട്ടും സ്നേഹിച്ചത്, ആഗ്രഹിച്ചത്. എല്ലാവരെയും എതിർത്ത് ആ നെഞ്ചിൽ ചേർത്ത് നിർത്തിയപ്പോൾ താൻ തെല്ലെന്ന് അഹങ്കരിച്ചിരുന്നു. ഉണ്ടാവും. സ്നേഹിച്ച് വാനോളം ഉയർത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഇങ്ങനെ ഒറ്റയടിക്ക് താഴെ തള്ളിയിടാനായിരുന്നു. ഹൃദയത്തിൽ നിങ്ങൾ തീർത്ത മുറിവിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു? മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചതോ? നിങ്ങളുടെ ഹൃദയം തകരുന്നത് കാണാതിരിക്കാൻ വേണ്ടി വേദനിപ്പിച്ചവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ എല്ലാം സ്വയം അനുഭവിച്ചതോ? കരഞ്ഞു പറഞ്ഞതല്ലായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും മോളെ, വാതിൽ തുറന്നേ. നേരെ ഒരുപാടായി, വല്ലതും കഴിക്കണ്ടേ? ഭവാനിയുടെ ശബ്ദം കേട്ട് അനഘ മുഖം തുടച്ച് വാതിൽ തുറന്നു. എന്താ മോളെ ഇത്? തല തുവർത്തിയില്ലേ? മുടിയിലെ വെള്ളം അതേപടി ഉണ്ടല്ലോ. അവർ കയ്യിൽ നിന്നും ടവൽ വാങ്ങി മുടി തുവർത്തി കൊടുത്തു. മോളെ, അമ്മ കാര്യം ചോദിക്കട്ടെ? മോൾക്ക് വല്ലാത്ത വിളർച്ച തോന്നുന്നുണ്ടല്ലോ. മോൾ ഗർഭിണിയാണോ? ഭവാനി ചോദിച്ചതും അനഘയുടെ കണ്ണ് നിറഞ്ഞു. അവളുടെ കൈ വയറിലേക്ക് നീണ്ടു. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം തോന്നി, അതാ. 2 മാസം വളർച്ചയുണ്ട്. പക്ഷേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും വേണ്ടെന്ന് പറഞ്ഞു അമ്മേ. അനഘ കരഞ്ഞു ഭവാനിയെ കെട്ടിപ്പിടിച്ചു. അയ്യേ, എന്താ മോളെ ഇത്? മതി കരഞ്ഞത്. ദേ നോക്കിക്കേ, അമ്മമാരിങ്ങനെ കരഞ്ഞിരുന്ന ദോഷം വയറ്റുള്ള കുഞ്ഞിനാണ്. അതുകൊണ്ട് ഇനി എൻ്റെ മോളൊന്നും ഓർത്ത് കരയരുത്. അനഘയുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭവാനിയോടൊപ്പം അനഘ താഴെ എത്തിയപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കാശിയെയും അച്ഛനെയും കണ്ടു. താഴെ എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു രൂപം വന്ന് അനഘയെ കെട്ടിപ്പിടിച്ചത്. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് പേടിച്ചുപോയി. ഭവാനി വന്ന് പിടിച്ചു മാറ്റിയപ്പോഴാണ് അനഘ അത് ആരാണെന്ന് നോക്കിയത്. ഒരു 15-16 വയസ്സ് വരുന്നൊരു സുന്ദരി കുട്ടിയായിരുന്നു അത്. അതാവും കാശിയുടെ അനിയത്തിയെന്ന് അനഘയ്ക്ക് തോന്നി. ഹായ് ചേച്ചി, എൻ്റെ പേര് വൈഷ്ണവി. ചേച്ചി വന്നപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു, അതാണ് കാണാതിരുന്നത്. ഈ ചേട്ടൻ വരുന്നത് ആരും പറഞ്ഞതുമില്ല. അനഘയുടെ കൈ പിടിച്ച് കുലുക്കി വൈഷ്ണവി പറഞ്ഞു. അനഘ അവളെ നോക്കി ചിരിച്ചു. മതി വൈഷു, വന്ന് ഭക്ഷണം കഴിക്ക്. സമയം ഒരുപാടായി. ബാക്കി പിന്നെ സംസാരിക്കാം. സമയം ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വന്നേ. ഭവാനി അനഘയെയും കൂട്ടി ടേബിളിൽ ഇരുന്നു. പുട്ടും കടലയുമാണ്. മോൾക്ക് ഇഷ്ടാവുമോ എന്നറിയില്ല. നാളെ മുതൽ ശരിയാക്കാട്ടോ. ഏയ്, എനിക്കെന്തായാലും കുഴപ്പമില്ല അമ്മേ. ചേച്ചിക്കറിയോ, ചേട്ടൻ്റെ ഇഷ്ടഭക്ഷണമായി ഇത്. ചേട്ടൻ ലീവിന് വന്നു കഴിഞ്ഞാൽ പോകുന്നത് വരെ ഇത് തന്നെയാവും രാവിലെ ഭക്ഷണം. ഹോ, മടുത്തു പോവും. ഡി രാവിലെ തന്നെ എനിക്കിട്ട് ഉണ്ടാക്കല്ലേ. വേണേൽ തിന്നിട്ട് നിന്റെ ആ LKG കുട്ടികളുടെ കൂടെ പോയി
മീനിനെ പിടിച്ചോ, മാങ്ങക്കെറിഞ്ഞോ കളിക്ക്. നിനക്ക് പറഞ്ഞിട്ടുള്ള പണി അതാ. ദേ കിച്ചേട്ടാ, വേണ്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിനക്ക് ദേഷ്യം വരുന്നോ? ഡാ പറയടാ, നിനക്കെന്നെ തല്ലാൻ തോന്നുന്നുണ്ടടാ. തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. അമ്മേ അച്ഛ, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ വേണേ ഇപ്പോൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പൊക്കോ. ഡീ കുരുട്ടെ, നിന്നെ. എൻ്റെ പൊന്നു മക്കളെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വഴക്ക് കൂടുകയോ എന്തു വേണേ ചെയ്തോ. ഇപ്പോൾ ഒന്ന് കഴിക്കാൻ സമ്മതിച്ചൂടെ? ആ കുട്ടി വെറുതെ പേടിക്കും. കാശി ലീവിന് വന്നു കഴിഞ്ഞ് ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ഈ അടികൂടലെല്ലാം പതിവാ. മോള് കാര്യമാക്കണ്ട. അനകൊന്ന് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വിശപ്പുണ്ടെങ്കിലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുപോലെ അവൾക്ക് തോന്നി. മോളെന്തോ ഒന്നും കഴിക്കാത്തത്? ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, വിശപ്പ് തോന്നുന്നില്ല. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുക? കുറച്ചെങ്കിലും കഴിക്കുമോളെ. എടോ, താനിപ്പോൾ തന്നെ വീക്കാണ്. ഭക്ഷണം കഴിക്കാതിരുന്ന് ഓരോ അസുഖം വരുത്തി വെക്കേണ്ട. കുറച്ചെങ്കിലും കഴിക്ക് ചേച്ചി. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് കഴിച്ചെന്ന് വരുത്തി അനഘ എഴുന്നേറ്റു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വൈഷ്ണവി അനഘയെ കൂട്ടി ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയുടെ ഒരറ്റത്തായി തൂണിലൂടെ മുല്ലവള്ളികൾ പടർന്നു പിടിച്ചിരിക്കുന്നു. അവർ അവിടെയുള്ള ആട്ടുകട്ടിലിൽ ഇരുന്നു. വൈഷ്ണവി അനഘയോട് നിർത്താതെ എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. ആളൊരു അസല് വായാടിയാണ് എന്ന് അനഘയ്ക്ക് മനസ്സിലായി. സംസാരിച്ചുകൊണ്ടിരിക്കെ ചെരിഞ്ഞു നോക്കിയ വൈഷ്ണവി കണ്ടത് തന്നെ നോക്കിയിരിക്കുന്ന അനഘയെയാണ്. വൈഷ്ണവി 2 കൈയും അനഘയുടെ മുന്നിലൂടെ ഓടിച്ചു. ചേച്ചി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, താൻ നല്ലവണ്ണം സംസാരിക്കുന്ന ആളാണല്ലോ. അങ്ങനെ എല്ലാവരോടും ഇല്ല ചേച്ചി, ഇഷ്ടമുള്ളവരോട് മാത്രം. അപ്പോൾ എന്നെ തനിക്കിഷ്ടമായോ? പിന്നെ ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആഹാ, താൻ കൊള്ളാലോ. എൻ്റെ പൊന്നു ചേച്ചി, എന്നെ ഇങ്ങനെ താനെന്നൊന്ന് വിളിക്കല്ലേ. അമ്മയും അച്ഛനും വിളിക്കും പോലെ വൈഷു എന്ന് വിളിച്ചോ. അല്ലെങ്കിൽ അത് വേണ്ട, കിച്ചേട്ടൻ വിളിക്കുന്ന പോലെ വിച്ചു എന്ന് വിളിച്ചോ. എന്നെ അങ്ങനെ കിച്ചേട്ടൻ മാത്രമേ വിളിക്കാറുള്ളൂ. വേറെ ആര് വിളിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ചേച്ചിക്കും അങ്ങനെ വിളിക്കാം. അതെന്താ ഏട്ടന് മാത്രം സ്പെഷ്യൽ? ഏട്ടന് ഒരുപാട് ഇഷ്ടമാണ് എന്ന് തോന്നുന്നല്ലോ. ഒരുപാട് ഇഷ്ടമാണ് എനിക്കെൻ്റെ ഏട്ടനെ. നേരിട്ട് കാണുമ്പോൾ വഴക്കടിക്കും, പിണങ്ങും. പക്ഷെ ആ പിണക്കമൊക്കെ കുറച്ചു നേരം മാത്രമേ ഉണ്ടാവൂ. ഏട്ടൻ എനിക്കെൻ്റെ അച്ഛന് തുല്യമാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഏട്ടൻ ലീവ് തീർത്ത് പോയി കഴിഞ്ഞാൽ എന്നെ ദിവസം വിളിക്കും. എത്ര തിരക്കാണെങ്കിലും. ഐ ലവ് ഹിം മോർ ദാൻ എവറിത്തിങ് ഇൻ ദ വേൾഡ്. വിച്ചുവിൻ്റെ കിച്ചേട്ടൻ പോലീസിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? കിച്ചേട്ടനോ? പോലീസിലോ? ആരാ ചേച്ചിയോടിത് പറഞ്ഞത്? ചേച്ചി, കിച്ചേട്ടൻ ഡോക്ടറാണ്. ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓങ്കോളജിസ്റ്റ് ഇൻ കേരള. ഏട്ടന് വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള നമ്പർ 1 ഹോസ്പിറ്റലൊക്കെ ക്യൂ നിൽക്കുക. പക്ഷേ ഏട്ടനും ഫ്രണ്ട്സും ചേർന്ന് കൊച്ചിയിൽ ഒരു ക്യാൻസർ പേഷ്യൻസ് ഹോസ്പിറ്റൽ തുടങ്ങുന്ന പ്ലാനിലാണ്. ചാരിറ്റി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല ചേച്ചി, ഇന്ന് പോലീസിലാണോ എന്ന് ചോദിച്ചത്? ഏയ് അതൊന്നുമില്ല, വെറുതെ അങ്ങനെ തോന്നി, അതാണ്. കാശി തന്നെയൊന്ന് പറ്റിച്ചതാണെന്ന് അനഘയ്ക്ക് മനസ്സിലായി. അതുപോലെ ചേച്ചിയുടെ പേര് ഞാൻ മാറ്റാൻ പോവുക. ചേച്ചിയുടെ ഫുൾ നെയിം അനഘലക്ഷ്മി എന്നല്ലേ? സോ ഇനി മുതൽ ചേച്ചിയെ ലച്ചു എന്നേ വിളിക്കൂ. ഡൺ? ഓക്കെ. എന്നാൽ ലച്ചു ചേച്ചി കിടന്നു, നല്ല ക്ഷീണം കാണും. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വൈഷ്ണവി പോയപ്പോൾ അനഘ റൂമിൽ കയറി. 2-3 ദിവസത്തെ ക്ഷീണവും ഉറക്കമില്ലായ്മയും കാരണം പെട്ടെന്ന് തന്നെ അനഘ ഉറങ്ങി. അനഘ എഴുന്നേറ്റ് റൂമിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 1 മണി കഴിഞ്ഞിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് മുഖം കഴുകി താഴേക്ക് ചെന്നു. ഹാളിൽ നിന്നും ആരെയും കണ്ടില്ല. അവൾ നേരെ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു. ഭവാനി അവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ടായിരുന്നു. അമ്മേ. ആ, മോളെ നീറ്റോ? നേരത്തെ അമ്മ വന്ന് നോക്കിയപ്പോൾ മോള് നല്ല ഉറക്കായിരുന്നു. ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അതാ ഞാൻ വിളിക്കാതിരുന്നത്. ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും എവിടെ പോയി? അച്ഛൻ നേരത്തെ കഴിച്ചു, മരുന്ന് കുടിക്കാനുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് നേരത്തെ കഴിക്കണം. കാശിയും വൈഷുവും ഉമ്മറത്ത് കാണും. മോൾ അവരെ പോയി വിളിച്ചു വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അനഘ അവരെ വിളിക്കാനായി ഉമ്മറത്തേക്ക് ചെന്നു. അവിടെ ഏട്ടനും അനിയത്തിയും കത്തിയടിച്ചിരിക്കുന്നു. വിച്ചു, ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിക്കുന്നു. അതെന്താടോ, അവളെ മാത്രമേ വിളിക്കുന്നുള്ളൂ, എന്നെ വിളിച്ചില്ലേ? ഓ, വിളിച്ചു. അല്ല വിച്ചു, നിന്നെ ഞാൻ മാത്രമല്ലേ അങ്ങനെ വിളിക്കാറ്? ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു അല്ലേ ലച്ചു ചേച്ചി? അപ്പോഴേക്കും പുതിയ പേരും ഇട്ടോ. എന്തായാലും കൊള്ളാം. വാ നടക്ക്, കഴിക്കാം. ഉച്ചഭക്ഷണം കഴിച്ച അനഘയെ വൈഷ്ണവി വീട് മൊത്തം ചുറ്റിക്കാണിച്ചു. വൈഷ്ണവിയുടെ സാമീപ്യം അനഘയ്ക്ക് ഒരുപാട് ആശ്വാസം നൽകിയിരുന്നു. വൈകുന്നേരമായപ്പോൾ വൈഷ്ണവി അനഘയെയും കൂട്ടി പറമ്പ് മൊത്തം നടന്നു.
ആ വീടും ചുറ്റുപാടും അനഘയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ അനഘ ഭവാനി അമ്മയെ സഹായിച്ചു. ഭക്ഷണം കഴിച്ച് കിടക്കാനായി റൂമിലേക്ക് പോകുമ്പോൾ അനഘ കാശി ബാൽക്കണിയിൽ നിന്നും വരുന്നത് കണ്ടു. അവൻ അവളെ നോക്കി ഗുഡ് നൈറ്റ് പറഞ്ഞു. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ച് റൂമിൽ കയറി വാതിലടച്ചു. അവൾ വാതിലടച്ചു കഴിഞ്ഞതും കാശി കൈകളെ മൊബൈലിൽ നിന്നും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഫോണും ചെവിയിൽ വെച്ച് കാശി റൂമിലേക്ക് നടന്നു. കോൾ കണക്റ്റ് ആയത് മറുഭാഗത്തുനിന്ന് ഒരു പെൺസ്വരം കേട്ടു. ഹലോ പ്രിയ. കാശി, എവിടെയാണോ? 3-4 ദിവസമായി ഒരു വിവരവും ഇല്ലല്ലോ. എന്തു പറ്റി? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നീ എവിടെയായിപ്പോൾ? രാജീവില്ലേ അടുത്ത്? ഓ ഉണ്ട്. വിളിക്കണോ? ആ, ഫോൺ സ്പീക്കറിലിട്. രണ്ടാളോടൊരു കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ഓക്കേടാ. കുറച്ച് സമയം കഴിഞ്ഞതൊരു പുരുഷസ്വരം കേട്ടു. ഡാ രാജീവേ. പറയടാ, എന്താ കാര്യം? ഡാ, നാളെ നീ പ്രിയയും കൂട്ടി ഇവിടെ വരെ ഒന്ന് വരണം. അർജന്റാ. എന്താ കാശി, എനിത്തിങ് സീരിയസ്? കാശി കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു കൊടുത്തു. പിന്നെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ പ്രഗ്നൻ്റ് ആണ്. സത്യം പറ കാശിക്കുട്ട, ഇത് നീ ഒപ്പിച്ച പണിയല്ലേ? നീയല്ലടാ ആ കൊച്ചിൻ്റെ അച്ഛൻ? പിന്നെ ഒരു തെറി അഭിഷേകമായിരുന്നു. ഓ, കുറേ കാലത്തിന് ശേഷം നിന്റെ വായിൽ നിന്ന് ഭരണിപ്പാട്ട് കേട്ടപ്പോൾ എന്തൊരു സുഖം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മനുഷ്യ? ഒരു സുഖം. മനുഷ്യൻ സീരിയസ് ആയിട്ട് പറയുന്നതിനിടയില അവൻ്റെ മറ്റേടത്തൊരു ചോദ്യം. പ്രിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്. ബാക്കി നാളെ ഇവിടെ വന്നിട്ട് തരുന്നുണ്ട്. അയ്യോ വേണ്ടായേ, നോമിന് തിരുപ്പതിയായി. അപ്പോൾ മറക്കണ്ട, നാളെ വന്നേക്കണം. ശരി, ബായ്. പ്രിയ, രാജീവ്, കാശി 3 പേരും മെഡിസിൻ പഠിക്കുമ്പോൾ തുടങ്ങിയ സൗഹൃദമാണ്. മെഡിസിൻ കഴിഞ്ഞ് കാശി ഓങ്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ പ്രിയ ഗൈനക്കോളജിയും രാജീവ് ജനറൽ മെഡിസിനും തിരഞ്ഞെടുത്തു. പ്രിയയും രാജീവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമാവുന്നു. അവരവിടെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു. രാജീവിൻ്റെ വീട്ടിലാണ് താമസം. ഫോൺ വെച്ച് കഴിഞ്ഞതും കാശി കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. കിടന്നെങ്കിലും അനഘയ്ക്ക് ഉറക്കം വന്നില്ല. ഓർമ്മകൾ അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. അവൾ എഴുന്നേറ്റ് തുറന്നിട്ട് ജനാലക്കരികിൽ പോയി നിന്നു. പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. തണുത്ത കാറ്റിൽ പേരറിയാത്ത ഏതൊക്കെയോ പൂക്കളുടെ സുഗന്ധം ചുറ്റിലും നിറയുന്നത് പോലെ അനഘയ്ക്ക് തോന്നി. അവൾ കണ്ണടച്ച ആ സുഗന്ധത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചു. മനസ്സൊന്ന് ശാന്തമായപ്പോൾ തിരികെ കട്ടിൽ വന്ന് കിടന്നു. രാവിലെ സമയം ഒരുപാടായിട്ടും അനഘയെ പുറത്തേക്ക് കാണാത്തതിനാൽ ഭവാനിയമ്മ മുകളിലേക്ക് ചെന്നു. ഡോറിൽ തട്ടുന്നത് കേട്ട് അനഘ ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവൾക്ക് തലയൊക്കെ വെട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. എങ്ങനെയോ എഴുന്നേറ്റ് വാതിലടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നു കൊടുത്തതും തല കറങ്ങുന്നത് പോലെ തോന്നി. പിന്നോട്ട് വീഴാനാഞ്ഞുവെങ്കിലും 2 ബലിഷ്ഠമായ കൈകൾ അവളെ വീഴാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അനഘയെ പുറത്തേക്ക് കാണാത്തതിനാൽ വിളിക്കാൻ വന്നതായിരുന്നു കാശി. അനഘയെ തന്നോട് ചേർത്ത് നിർത്തിയപ്പോഴാണ് ഭവാനിയമ്മ അങ്ങോട്ടേക്ക് വന്നത്. കാശിയുടെ കൈകളിൽ തളർന്നു കിടക്കുന്ന അനഘയെ കണ്ടപ്പോൾ ഭവാനി പേടിച്ചു. അയ്യോ, മോൾക്കെന്തു പറ്റിയതാ? അറിയില്ലമ്മേ, തലകറങ്ങിയതാണ്. കാശി അനഘയെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. അയ്യോ മോനെ, മോൾക്ക് പനിക്കുന്നുണ്ട്, നല്ല ചൂട്. കാലാവസ്ഥ പറ്റിയിട്ടുണ്ടാവില്ല. 2-3 ദിവസം ഭക്ഷണവും മര്യാദയ്ക്ക് കഴിച്ചില്ലല്ലോ. ബോഡി വീക്കായിട്ടാ. കാശി ജഗ്ഗിലെ വെള്ളമെടുത്ത് അനഘയുടെ മുഖത്ത് കുടഞ്ഞ് അനഘ മെല്ലെ കണ്ണുകൾ തുറന്ന് ഞെരങ്ങി. അമ്മ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി വെള്ളവും തുണിയും എടുത്തു വരാം. നനച്ച തുണി നെറ്റിയിൽ വെച്ചിടയ്ക്ക് തുടച്ചു കൊടുത്ത പനി കുറയും. കാശി താഴെ ചെന്ന് തുണി നനച്ചുകൊണ്ട് വന്നു. അമ്മ അത് വെച്ച് തുടച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞതും അനഘ എഴുന്നേറ്റപ്പോൾ ഭവാനി നല്ല ചുക്ക് കാപ്പി കൊടുത്തു. ക്ഷീണം കാരണം മയങ്ങിപ്പോയി അനഘ കണ്ണു തുറന്നപ്പോൾ കാശിയുടെ കൂടെ പരിചയമില്ലാത്തൊരു പുരുഷനെയും യുവതിയെയുമാണ് കാണുന്നത്. ആ യുവതി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അനഘ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. ഏയ്, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയത് കൊണ്ടുള്ള കുഴപ്പമായി പനി. മാറിക്കോളും. പിന്നെ ബോഡിയും വീക്കാണ്. പ്രഗ്നൻ്റായ സമയം ഭക്ഷണം നല്ലോണം കഴിക്കണ്ടേ? അല്ലെങ്കിൽ കുഞ്ഞുവാവയ്ക്കല്ലേ ദോഷം. ഇനി മുതൽ ഭക്ഷണം സമയത്തിന് കഴിക്കണം കേട്ടോ. ആ യുവതി അനഘയോടായി പറഞ്ഞു. അനഘ തലയാട്ടി. അനഘയ്ക്ക് എന്നെ മനസ്സിലായി കാണില്ല അല്ലേ? ഞാൻ പ്രിയ, ഗൈനക്കോളജിസ്റ്റാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് രാജീവ്, കാശിയുടെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് മെഡിസിൻ പഠിച്ചത്. പിന്നെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ താൻ ഹോസ്പിറ്റലിലേക്ക് വാ, ഒരു ചെക്കപ്പ് നടത്താം. ഇപ്പം വിശ്രമിച്ചോ, ഞങ്ങൾ പുറത്തുണ്ടാവും. അനഘയ്ക്ക് കഴിക്കാനായി മരുന്നും വെള്ളവും കൊടുത്ത ശേഷം പ്രിയ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ അവളെ ഒന്ന് നോക്കി ചിരിച്ച് രാജീവും.
താൻ മരുന്ന് കുടിച്ച് കിടന്നു. കഴിക്കാൻ അമ്മ സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതോടെ കുടിച്ച വൈകുന്നേരം ആവുമ്പോഴേക്കും ക്ഷീണമെല്ലാം പമ്പ കിടക്കും. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി അല്ലേ? തൽക്കാലം താൻ അത്രയും ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, കിടന്നു. അവളെ ഒന്ന് നോക്കി കാശി വാതിലടച്ച് പുറത്തിറങ്ങി. പ്രിയയും രാജീവും ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു. കാശി അങ്ങോട്ടേക്ക് ചെന്നു. നീ ഇത്രയും നേരം അവിടെ എന്തെടുക്കുമായിരുന്നു? ഏയ് ഒന്നുമില്ല. എന്താടാ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഡാ, നിനക്ക് ഇന്നലെ കിട്ടിയത് മതിയായില്ലേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. രണ്ടുപേരും നിർത്തിക്കേ. കാശി, നീ അവിടെ എന്താ നടന്നതെന്ന് തെളിച്ചു പറ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിനക്ക് രാഹുലിനെ ഒന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നു? അവൻ്റെ ഏതോ കസിൻ ഫ്ലാറ്റിൽ വെച്ചല്ലേ സംഭവങ്ങൾ നടന്നത്. ഇനി അവനും കൂടെ അറിഞ്ഞിട്ടാണെങ്കിലോ? ഇന്നലെ ഞാൻ അവനെ വിളിച്ചിരുന്നു, ബട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അല്ല, ഈ രാഹുലിൻ്റെ വീടും കാലിക്കറ്റ് തന്നെയല്ലേ? പിന്നെന്തിനാ നിന്നോട് ഫ്ലാറ്റിൽ കിടക്കാൻ പറഞ്ഞത്? അവൻ കുറേ നിർബന്ധിച്ചിരുന്നു വീട്ടിലേക്ക് വരാൻ. പിന്നെ ആ കോലത്തിലൊരു വീട്ടിലേക്ക് എങ്ങനെയാണ് കയറി ചെല്ലുക? അപ്പോഴാണ് അവൻ ആ ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി രാഹുലും കൂടെ അറിഞ്ഞിട്ടാണെങ്കിൽ എന്തിനായിരിക്കും ഇവനെ അതിൽ തള്ളിയിട്ടത്? ഒന്നും അറിയില്ല, നോക്കാം എന്താവുമെന്ന്. പ്രിയയും രാജീവും കുറച്ചു നേരം കൂടെ സംസാരിച്ച് തിരിച്ചു പോയി. ഭവാനി കഞ്ഞി ഉണ്ടാക്കി അനഘയ്ക്ക് കൊണ്ട് കുടിപ്പിച്ചു. വൈഷ്ണവി ക്ലാസ് കഴിഞ്ഞ് വന്ന ശേഷം അനഘയുടെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് അനഘയ്ക്ക് സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരമായപ്പോൾ കാശി തൊടിയിലേക്ക് ഇറങ്ങി. ഫോണിൽ രാഹുലിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കാശി കാത്തിരുന്നു. ഹലോ രാഹുൽ. ആ കാശി.